എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ എക്സ് പാർട്ട്ണറാണ്. അപ്പോൾ അതിന് ഞാനിവിടെ 3 കാർഡ്സ് ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ചില ബ്രേസ്ലെറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ ചില കവടിയും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാർഡിനോടാണോ റെസനേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ ആലോചിക്കുക, നന്നായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് ആണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയെ ഓർത്ത് മനസ്സിലൊന്ന് ധ്യാനിച്ച് ദീർഘശ്വാസം വിട്ടതിന് ശേഷം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഏത് കാർഡിനോടാണ് അല്ലെങ്കിൽ ഏത് ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ഈ കവടിയോടാണോ നിങ്ങൾക്ക് ഒരു കണക്ഷൻ തോന്നുന്നത്, വൈബ് മാച്ച് ആവുന്നതായിട്ട് തോന്നുന്നത്, ആ ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം അവരോടുള്ള കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് 2 കാർഡ്സാണ്. ഫസ്റ്റത്തെ ഒരു കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തെങ്കിലും സോൾ മെസ്സേജ് ഉണ്ടോ എന്നും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു കാർഡ്സ് മുഴുവൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ അതിനകത്ത് വരുന്നത്. റെസനേറ്റ് ചെയ്യുന്നത് മാത്രം സ്വീകരിക്കുക. നമ്മളങ്ങനെ ബലം കൊടുത്തിട്ടൊന്നും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബലം കൊടുത്ത് നമ്മളുടെ ആക്കി മാറ്റേണ്ട സിറ്റുവേഷനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണോ മെസ്സേജ് വരുന്നത് ആ ഒരു മെസ്സേജ് ആ ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. പകുതി കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്, ബാക്കി പകുതി കറക്റ്റ് തോന്നുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതും അങ്ങനെ ബലം കൊടുത്തിട്ടൊക്കെ എടുക്കേണ്ട കാര്യമില്ല. എന്താണോ റെസനേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ സ്വീകരിക്കാം. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നമ്മളുടെ കാർഡ് റീഡിങ്ങിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ കാർഡ് എടുത്തിരിക്കുന്ന ആൾക്കാരുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ വളരെയധികം സങ്കടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഈ ഒരു ബ്രേക്കപ്പ് കാരണം അവർ വളരെ വിഷമത്തിലാണ്. അവരിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അവർ പുണ്യസ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഓരോ മതത്തിൻ്റേതായിട്ടുള്ള അവിടെ സ്പെഷ്യൽ സ്ഥലങ്ങളുണ്ടാവില്ല, അപ്പോൾ അവിടെയൊക്കെ ഒരു തീർത്ഥയാത്രയ്ക്കായിട്ട് പോകുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ജേർണിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ബ്രേക്കപ്പ് അവർക്ക് താങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരുപാട് ഇഷ്യൂസ് അവർക്ക് വരുന്നുണ്ട്. അവരുടെ പേഴ്സണൽ ഗ്രോത്ത്, കരിയർ എല്ലാത്തിലും ഇതിനൊരു എഫക്റ്റ് വരുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിലായിരിക്കാം നടന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർക്ക് അതിലൊരുപാട് വിഷമമുണ്ട്. ഭയങ്കര ഹൃദയവേദന അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് മനസ്സിലാവുന്നില്ല എന്താ ചെയ്യണ്ടേ എന്നുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതായത് ഇനിയിപ്പോൾ എന്ത് ചെയ്താലാണ് ഈ ഒരു വിഷമം മാറുക, എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു ബ്രേക്കപ്പിൻ്റെ മെയിൻ കാരണം മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടാണ് മനസ്സിലാവുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഏറ്റവും ഉള്ളിലെ ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഇനിയും ടൈം സ്പെൻഡ് ചെയ്യണം, മറന്നു പോകാനായിട്ട്, അല്ലെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അത് നിങ്ങളുടെ കൂടെ വരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലായിരിക്കാം, അതല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് അവിടെ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ സംശയം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലവറാണോ, അല്ലെങ്കിൽ എന്ത് റിലേഷൻഷിപ്പാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ളത് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷനും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം മനസ്സിൽ 2 തോട്ടാണ് ഉള്ളത്. ഒന്ന്, നിങ്ങളുടെ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ ഫ്രണ്ടുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, എന്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങളിൽ നിന്ന് ശരിക്കും വ്യക്തമായ രീതിയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു ചതിയായിട്ടും തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങളോടുള്ള സ്നേഹവും അത്രയും തന്നെ സ്ട്രോങ് ആണ്.
അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് സെൽഫ് എസ്റ്റീം ഉള്ള ഒരാളാണ്. സെൽഫ് എസ്റ്റീം സ്വന്തമായിട്ടുള്ള ആ ഒരു ധാരണ അത് നല്ലതുപോലെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് സ്വയം തിരിച്ചു വരാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു തിരിച്ചുപോക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ ഒരു ആളിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. പിന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ലൈഫിൽ മാത്രം ഉള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. ഇത് മുന്നിലത്തെ നിങ്ങളുടെ ഏതോ ഒരു ലൈഫിലും കൂടെ നിങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു വിവാഹത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ആദ്യം കണ്ടുമുട്ടേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത് കൂടിച്ചേരണം അല്ലെങ്കിൽ തിരിച്ചു വരുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ സ്വന്തമായിട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ മുൻകൈ എടുത്ത് ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലാരിഫൈ ചെയ്താൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ തിരിച്ചുപോക്ക് ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊരു മുജന്മ സുഹൃതം പോലെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് എന്നാണ് യൂണിവേഴ്സിന് പറയാനുള്ളത്. ഇനി സെക്കൻഡ് കാർഡിൻ്റെ നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് അത്യാവശ്യം ഈഗോ ഉള്ള ഒരു ആളാണ്. എപ്പോഴും ഒരു വിക്ടിം കാർഡ് എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാവുന്നത്. എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും അതൊരിക്കലും സ്വന്തം പ്രവൃത്തി ദോഷം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ഒരിക്കലും അവർക്ക് സമ്മതിച്ചിടാൻ പറ്റില്ല. ഒരുപാട് അൺഹെൽത്തി ഹാബിറ്റ്സൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാവുന്നത്. പക്ഷെ എന്ത് കുറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായാലും ആ കുറ്റം ഒന്നും തൻ്റേതല്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാവുന്നത്. ഈ ഒരു ബ്രേക്കപ്പിന് ശേഷം നിങ്ങളുടെ വ്യക്തിക്ക് ഫുൾ കൺഫ്യൂഷനാണ്. അതായത് ഇതിനി തിരിച്ചു വരണോ പോകണോ ഒന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനാണ്. 50-50 ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അത്യാവശ്യം ഈഗോ ഉള്ള ആളായതുകൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളതെങ്ങനെ എടുക്കും എന്നറിയാത്തത് കൊണ്ട് ആ ഒരു സിറ്റുവേഷനും ഉണ്ട്. അതേസമയം തിരിച്ച് വരണമെന്നും ആഗ്രഹമുണ്ട്, നിങ്ങളുടെ സ്നേഹമുണ്ട്. പക്ഷേ ഈഗോ ആണ് സ്നേഹത്തെക്കാളും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലെ ഫെയിലിയർ എന്ന് പറയുന്നത് മറ്റുള്ള സുഹൃത്തുക്കളും എല്ലാവരും പറഞ്ഞിട്ടും സ്വന്തമായിട്ടും ഒരു ധാരണയുണ്ട്, സ്നേഹമുള്ളിടത്തെ പിണക്കമുള്ളൂ എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ആ ഒരു സ്വന്തം വിചാരം അല്ലെങ്കിൽ സ്വന്തം ഫീലിങ്സ് എന്ന് പറയുന്നത് ആളുടെ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷനായിട്ടാണ് മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങളുടെ വ്യക്തിക്ക് സ്പിരിച്വലായിട്ടും അതായത് ഒരു പ്രീവിയസ് ലൈഫിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഈഗോ എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ആ കഴിഞ്ഞ ലൈഫിലത്തെ ആ ഒരു സൈക്കിൾ പാസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഈ ഒരു ഈഗോയിൻ്റെ ഇഷ്യൂവും വന്നിരിക്കുന്നത്. നമ്മുടെ കുറേ സ്വഭാവങ്ങളും നമ്മുടെ ഇഷ്യൂസും എല്ലാം പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചില ഇഷ്യൂസ് എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് തിരിച്ചു വരണോ വേണ്ടയോ എന്ന് അറിയാത്ത ഒരു 50-50 കണ്ടീഷനാണ്. അവരുടെ ആ ഒരു ഈഗോ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനോ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ പ്രോസസ്സ് ഡിലേ ആവുന്നതിൻ്റെ കാരണം. തേർഡ് കാർഡ് എടുത്തിരിക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ആളാണ്. പക്ഷേ ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാവും. പക്ഷെ അതേസമയം വിഷമം തരുന്ന കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് സങ്കടപ്പെടുകയും ചെയ്യും. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ എപ്പോഴും അവർക്ക് നിങ്ങളുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ, ഇത് ഫസ്റ്റത്തെ റിലേഷൻഷിപ്പ് അല്ല, അതിന് മുന്നേയും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തിക്ക്, അതെല്ലാം ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടെല്ലാം ഒരുപാട് വിഷമങ്ങളുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ഒരുപാട് സൈക്കിക് എബിലിറ്റീസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇൻറ്റ്യൂഷൻസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ്. അതുപോലെ എല്ലാ റിലേഷൻഷിപ്പിൽ വരുമ്പോഴും ആ ഒരു റിലേഷൻഷിപ്പ് പഴയ ലൈഫുമായിട്ട് എന്തോ ബന്ധമുണ്ട്, പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ സ്വന്തമായിട്ട് കണക്ഷൻസൊക്കെ മനസ്സിൽ വിചാരിക്കാൻ കൊണ്ടുവരുന്ന ഒരു ആളാണ്. അധികം ഫ്രണ്ട്സ് ഒന്നും ഉള്ള വ്യക്തി ആയിരിക്കാൻ സാധ്യതയില്ല. അതായത് ട്രസ്റ്റഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം മാത്രമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടുള്ള ഒരു ഇഷ്യൂ ആണ് നിങ്ങളുടെ ഒരു പക്ഷേ ബ്രേക്കപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പോൾ പിണങ്ങിയിരിക്കുന്ന സിറ്റുവേഷനൊക്കെ എന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി എപ്പോഴും ഈ ഒരു ബ്രേക്കപ്പിന് ശേഷമാണെങ്കിലും നിങ്ങളെക്കുറിച്ച് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള മനുഷ്യനാണ്. നിങ്ങളെ വിട്ടുകളയാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഇതിങ്ങനെ സംഭവിച്ചത് കൊണ്ട് എപ്പോഴും നിങ്ങളെന്താ ചെയ്യുന്നത്, ആരുടെ കൂടെയാണ് പോകുന്നത്, ആ ഇൻഫർമേഷൻ എപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെയധികം സങ്കടത്തിലാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങൾ പോയതിൽ ആ ഒരു വിഷമം ഉൾക്കൊള്ളാനായിട്ട് ഇതേവരെ സാധിച്ചിട്ടില്ല. അതേപോലെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളതിൻ്റെ വിഷമം വളരെയധികമുണ്ട്. നിങ്ങളെ വിവാഹം ചെയ്യേണ്ടതായിരുന്നു, അതൊരു തെറ്റായിരുന്നു ഇങ്ങനെ നിങ്ങളെ വിട്ടുകളഞ്ഞത് എന്നുള്ളത് വളരെയധികം മനസ്സിലാവുന്നു. അതുപോലെ ഏഞ്ചൽ മെസ്സേജ് എന്ന് പറയുന്നത്
നിങ്ങളുടെ വ്യക്തി ഒരുപാട് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ നിന്ന്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഹെൽപ്പോടെ ആയിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ കർമ്മഫലം അനുസരിച്ചിട്ടായിരിക്കാം ഒരുപാട് ഹീലിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ചേഞ്ചസ് അവരുടെ സ്വഭാവത്തിലും ആത്മാവിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തിരിച്ച് വളരെ സ്ട്രോങ് ആവാനും ഇഷ്യൂസും ഒക്കെ ക്ലാരിഫൈ ആയിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഈ എല്ലാ കാർഡ്സിലും നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.